Hi friends, I am Joy Telakadan. My YouTube channel name Joy's Kitchen. ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വെജിറ്റബിൾസാണ് ഈ കാണുന്നത്. വെണ്ടയ്ക്ക, ഞാൻ ബീറ്റ്റൂട്ട് ഇടുന്നുണ്ട് കേട്ടോ. നോർമലി ആയിട്ട് ബീറ്റ്റൂട്ട് എല്ലാവരും അങ്ങനെ ഇടുന്നില്ല, കാരണം റെഡ് കളർ കയറി വരും പെട്ടെന്ന്. പക്ഷെ ഞാനിത് ഇടുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ യൂസിങ് ആയതുകൊണ്ട്. പിന്നെ ഒരു ഏത്തക്കായ, പിന്നെ ചൊരയ്ക്ക, മത്തങ്ങ, അതേപോലെ പൊട്ടറ്റോ, ക്യാരറ്റ്, ചേന ഒരു കഷ്ണം, പിന്നെ മുരിങ്ങാക്കോല്, പിന്നെ ബീൻസ്. പിന്നെ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള ഐറ്റംസ് വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതേപോലെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു കല്യാണത്തിനൊക്കെയാണെങ്കിൽ നമുക്ക് എല്ലാം അതിനകത്ത് ആഡ് ചെയ്യണം എന്ന് ചിന്തിക്കാം. പക്ഷേ നമുക്ക് ഉള്ള അത്യാവശ്യം ഇത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് സാമ്പാർ ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കാൻ പോണത് സാധാരണ ഒരു കുറേ കാലങ്ങളായിട്ട് എല്ലാവരും പാക്കറ്റിൽ വരുന്ന സാമ്പാർ പൊടി ഇട്ടിട്ടാണല്ലോ. ഞാൻ നാച്ചുറലായിട്ടുള്ള, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാമ്പാർ പൊടി ഇല്ലാതെയുള്ള സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ വെജിറ്റബിളൊക്കെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ബാലൻസ് അരിയാൻ വച്ചേക്കണത് ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയാണ്. അത് ഒന്ന് റെഡിയായിട്ട് പിന്നെ ചേർക്കണം, അല്ലെങ്കിൽ അത് അലിന്ന് പോകുക. ഞാൻ ഫസ്റ്റിൽ പരിപ്പ്, ഇതേപോലെ കളറുള്ള പരിപ്പാണ് എടുത്തത്. നിങ്ങൾക്ക് അത് അല്ലാത്ത പരിപ്പും കിട്ടും. കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യട്ടെ. ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഒരുപാട് പരിപ്പ് എനിക്ക് താല്പര്യമില്ല. അപ്പം ഇത് ഒന്ന് കഴുകി കുക്കറിലിട്ടിട്ട് അതോടൊപ്പം തന്നെ ഈ വെജിറ്റബിളും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അത് വെച്ചിട്ട് കുക്കറിനകത്തിട്ടിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒരു വിസിൽ വരാവുന്ന രീതിയിൽ അടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് അത് ഇറക്കി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളം, വാളംപുളി പിഴിഞ്ഞ് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കണ്ടേ, ഇത് ഓൾറെഡി ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്തപ്പോഴേക്കും ഈ വലിയ കുക്കർ ഇത്ര മുക്കാൽ ഭാഗം അത് നിറയാറായി. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ കൂടുതൽ എടുത്തെങ്കിൽ ഇത് ഒരുപാട് ഇതാവും. സാമ്പാറിന് എപ്പോഴും നമുക്ക് കുറച്ച് വെജിറ്റബിൾ മതി, അത് എല്ലാം കൂടി അരിഞ്ഞ് വരുമ്പോഴേക്കും ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഇത് കുക്കറിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഒരു വിസിലടിച്ച് ഇരിക്കുകയാണ് കുക്കറിൻ്റെ. അപ്പം ഞാൻ ഈ ഇത്രയുള്ള ഒരു കഷ്ണം വാളൻപുളി സീഡ്ലെസ്സാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പം കുരുകളിലത്. അപ്പോൾ അത് ഒരു ഇത്രയുള്ളൊരു കഷ്ണം, ഒരു വലിയ സ്പൂണിൻ്റെ മുഴുപ്പുള്ള ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പുളി കൂടുതൽ ആവശ്യമുള്ളവരാണ് ചൂടും ചേർക്കാം. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ചൂടുവെള്ളത്തിലൊന്ന് കലക്കി അരിച്ചെടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഈ വെണ്ടയ്ക്കയും ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യും. സാമ്പാറിനകത്തേക്ക് ഞാൻ പുളി വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചു. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വറുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാൻ അതിനാവശ്യമായിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ 2 സ്പൂണ് മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം അത് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തേങ്ങയൊക്കെ വേണമെങ്കിൽ വറുത്ത് ഇതിനകത്തേക്ക് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. നോർമലായിട്ട് ചിലർ അങ്ങനെ മിക്കവരും ചെയ്യാറില്ല. ഇതിനകത്തേക്ക് തേങ്ങ ശരിക്കും ഇതിനകത്തേക്ക് നമ്മുടെ പണ്ടത്തൊക്കെ ആളുകൾ ചെയ്യുന്ന പോലെ മല്ലി, മുളക്, കുറച്ച് വെളുത്തുള്ളി, ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇതിനകത്ത് തേങ്ങ വറുത്ത് എല്ലാം കൂടി അരച്ച് ചേർത്ത് ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ സാമ്പാർ പൊടി, റെഡിമെയ്ഡ് പൊടികൾ മാക്സിമം ഒഴിവാക്കുന്ന എപ്പോഴും നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി നല്ലൊരു ഇതാണ്. പിന്നെ എല്ലാവർക്കും എല്ലാ ഏരിയയിലും അത് കിട്ടാൻ പറ്റാത്ത സ്ഥിതിക്ക് ഉള്ളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിത് വറുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ സാമ്പാർ വെന്ത് ഏകദേശം റെഡി. ഞാൻ അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ അതൊന്ന് താളിക്കാനായിട്ട് ഞാനൊരു കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് ഇടും. ഉലുവയുടെ പൊടി ഇടാണെങ്കിൽ സൂപ്പറായിരിക്കും. അതിനകത്തേക്ക് ഒരു പാൻ വെച്ച് ഞാൻ പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് കടുക്, അതൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കടുക് ആഡ് ചെയ്യാണ്.
അതിന് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി, ഒരു 5-6 ചുള ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തതും, ഒരു 3-4 ഉണക്കമുളക് ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തതും കൂടി, കുറച്ച് വേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് താളിച്ച് ഇതിനകത്തേക്ക് ഇടണം. കണ്ടോ, ഇത് ഇപ്പോൾ ഓൾറെഡി തന്നെ നല്ല കണ്ടോ സാമ്പാർ. ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും, ശരീരത്തിന് നല്ലതാണ്. ഇതിനകത്തേക്ക് ഈ ഉണക്കമുളകും വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായം ഞാൻ ആഡ് ചെയ്യാണ്, പൊടി, കായത്തിൻ്റെ പൊടി. അര സ്പൂൺ കായത്തിൻ്റെ പൊടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. അതേപോലെ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇച്ചിരി കളറും ഗുണമൊക്കെ കിട്ടും. എന്താ എങ്ങനെയുണ്ട് ഇത് സാമ്പാർ? നമ്മൾ സാമ്പാർ പൊടി മാത്രം ഇട്ട് ശീലിച്ച് ചെയ്യരുത്. കാരണം എല്ലാവരും എളുപ്പം നോക്കിയിട്ട് സാമ്പാർ പൊടി മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് ഇച്ചിരി അധികം റിസ്ക് ഒന്നുമില്ല. നിങ്ങളിത് പാൻ വെച്ച് ചൂടാക്കി അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം ഇച്ചിരി ഉലുവയുടെ പൊടിനെ അത് ഒരു 1 സ്പൂണ്, കായത്തിൻ്റെ പൊടിനെ 1 സ്പൂണ്, ഇത്രേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ എത്ര ഇതാന്ന് നോക്കി, വളരെ ടേസ്റ്റായിരിക്കും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ഈ പൊടി കമ്പനികളൊക്കെ ഉള്ളേക്ക് മുമ്പ് നമ്മൾ പൂർവ്വരൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, നാച്ചുറലായിട്ടുള്ള സാമ്പാറെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കല്യാണത്തൊക്കെ ചില എല്ലാം മണമല്ലേ, അതാ ശരിക്കും വേണ്ടത്. നമ്മൾ പഴയതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഹെൽത്തി ഭയങ്കരമായിട്ട് നമുക്ക് നല്ല നമ്മുടെ ബോഡിക്ക് നല്ലൊരു കാര്യമാണ്. ഉണ്ടോ, അങ്ങനെ സാമ്പാർ അടിപൊളി സെറ്റായിട്ടുണ്ട്, വളരെ ടേസ്റ്റിയോട് സെറ്റായിട്ടുണ്ട്. എന്താ ഒരു മണം എന്നറിയോ? നമ്മൾ ഇത് എന്താ പറയുക, ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. നമുക്കെല്ലാം ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാലെല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ സിമ്പിളാണ് പരിപാടി. എന്താ നല്ല അടിപൊളിയായിട്ടില്ലേ സാമ്പാർ? നിങ്ങൾ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് അഭിപ്രായങ്ങൾ പറയും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. കാരണം എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. ഇത് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, റെഡിമെയ്ഡൊന്നും ഇല്ലാതെ. ഇത് നമ്മുടെ ആളുകളുടെ ആരോഗ്യം, ഹെൽത്തി ആണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മെനുകളായിരിക്കും ഇടുന്നത്. അപ്പം നിങ്ങൾ ശ്രമിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.